വൻ ആയുധശേഖരം പിടികൂടി. കുമാരപുരം കായൽവാരത്ത് കിഷോറിന്റെ വീട്ടിൽ നിന്നാണ് ആയുധശേഖരം കണ്ടെത്തിയത്. വിദേശ നിർമ്മിത പിസ്റ്റളും 53 വെടിയുണ്ടകളും 2 വാളും 1 മഴുവും സ്റ്റീൽ പൈപ്പും പോലീസ് പിടിച്ചെടുത്തു. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ദേവൻ MP ചേരുന്നു. ദേവൻ, വലിയ ആയുധശേഖരം തന്നെയാണ് കണ്ടെടുത്തിരിക്കുന്നത്. കിഷോർ എന്ന് പറയുന്ന വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്? ലക്ഷ്മി, ആലപ്പുഴയിൽ നിന്നും ആയുധശേഖരം പിടികൂടേണ്ട ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. പക്ഷേ സംഭവവുമായി ബന്ധപ്പെട്ട ഈ വീട്ടിലെ ഈ കിഷോർ എന്ന് പറയുന്ന വ്യക്തിയെ പോലീസിന് ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇയാൾ ഇപ്പോഴും ഒളിവിൽ എന്നാണ് തന്നെയാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. ഈ റെയ്ഡിന് ആസ്പദമായ സംഭവം എന്ന് പറയുന്നത് 2015 ഹരിപ്പാട് നിന്നും കാണാതായ ഒരു വ്യക്തിയെ പറ്റിയിട്ട് ഒരു പരാതി നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിന്റെ തിരോധനവുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു അന്വേഷണം, അതിന്റെ വീണ്ടും ഒരു പുനരന്വേഷണം ഇപ്പോൾ വീണ്ടും കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഈ കേസുമായി ബന്ധപ്പെട്ട 7ഓളം ആൾക്കാരുടെ വീട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു മിന്നൽ പരിശോധന പോലീസ് നടത്തിയത്. ഈ പരിശോധനയുമായി ബന്ധപ്പെട്ടാണ് ഈ കുമാരപുരം കായൽവാരത്ത് കിഷോറിന്റെ വീട്ടിൽ നിന്ന് ഈ വൻ ആയുധശേഖരം പിടികൂടിയിരിക്കുന്നത്. അതിലൊരു വിദേശ നിർമ്മിത പിസ്റ്റളും 53 വെടിയുണ്ടകളും ഒപ്പം തന്നെ മറ്റ് ആയുധങ്ങളും വാളും ഉൾപ്പെടെയുള്ള ആയുധങ്ങളും എല്ലാം തന്നെ കണ്ടെടുത്തിട്ടുണ്ട്. ഈ തോക്ക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഈ വീട്ടിനുള്ളിലെ ഒരു കുക്കറിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. മറ്റ് ആയുധങ്ങൾ വാളും സ്റ്റീൽ പൈപ്പും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ വീടിന്റെ പുറകുവശത്ത് ഈ വിറകുകൾക്ക് ഇടയിലായിരുന്നു ഒളിപ്പിച്ച് വെച്ചിരുന്നത്. ഈ വീട്ടിൽ CCTV അടക്കമുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെങ്കിൽ കൂടി ഇതെല്ലാം വിച്ഛേദിച്ചുകൊണ്ട് ആസൂത്രിതമായി നടത്തിയ ഒരു പോലീസിന്റെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഈ ഒരു തെരച്ചിലാണ് ഈ വലിയൊരു ആയുധശേഖരം കണ്ടെത്തിയിരിക്കുന്നത്. ഈ തിരോധനവുമായി ബന്ധപ്പെട്ട് ഈ ഹരിപ്പാട് സ്വദേശി രാകേഷിന്റെ തിരോധനവുമായി ബന്ധപ്പെട്ട കേസിൽ രാകേഷിന്റെ അന്മ കഴിഞ്ഞ ദിവസം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ തന്റെ മകൻ കാണാതായതല്ല, മറിച്ച് ഈ കിഷോർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്ന് കാട്ടിക്കൊണ്ട് രാകേഷിന്റെ അന്മ ഒരു ഹർജി നൽകിയിട്ടുണ്ട്. ഇതിൽ പറയുന്ന പ്രകാരം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന മറ്റൊരു പ്രതി ഈ രാകേഷിനെ കൊന്നതാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തനിക്കറിയാമെന്ന ഒരു കൂട്ടാളിയായിട്ടുള്ള മറ്റൊരു പ്രതിയോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല അന്ന് ഈ സംഭവ സ്ഥലത്ത് നിന്നും ലഭ്യമായ രക്തസാമ്പിളിന്റെയും മുടിയുടെയും എല്ലാം തെളിവുകൾ ഈ രാകേഷ് കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ മരണപ്പെട്ടു എന്നുള്ള കാര്യം ഈ അമ്മ ഇപ്പോൾ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ അന്ന് കേസ് അന്വേഷിച്ചപ്പോൾ മറ്റ് ബാഹ്യ സമ്മർദ്ദങ്ങൾ മൂലം അന്ന് ഈ കേസിൽ തനിക്ക് വ്യക്തമായ ഒരു നീതി ലഭിച്ചില്ല. അതുകൊണ്ട് ഈ കേസ് പുനരന്വേഷിക്കണമെന്ന അമ്മയുടെ ഹർജിയെ തുടർന്നാണ് ഇപ്പോൾ കായംകുളം പോലീസ് ഈ കേസ് വീണ്ടും പുനരന്വേഷിക്കുന്നത്. അതിന്റെ ഭാഗമായി ബന്ധപ്പെട്ട ഒരു തിരച്ചിലായിരുന്നു ഇന്നലെ ഉണ്ടായത്. ആ തിരച്ചിലാണ് ഈ ഒരു വലിയ ആയുധശേഖരം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് ദേവൻ MP.